ഹലോ ഗായ്സ്, വെൽക്കം ടു ലാവൻഡർ ലൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും എൻ്റെ കൂട്ടത്തിൽ ഇച്ചായനും പിന്നെ അപ്പും ഉണ്ട്, പിന്നെ കൂട്ടത്തിൽ ഞങ്ങളുടെ ലക്കിയും. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീൻ്റെ ഡെക്കറേഷൻ ഒന്ന് കണ്ടാലോ. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ ലാവൻഡർ ലൈറ്റ്സ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുവരെ നമ്മളതൊന്ന് തുറന്നു പോലും നോക്കിയില്ല. അന്നേരം കടയിൽ നിന്ന് നോക്കിയതല്ലാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തുറന്ന് നോക്കുകയോ അത് സെറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ശരിക്കും ഫിക്സ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ റിമൂവ് ചെയ്തത്. അത് ഭയങ്കര ഒരു വലിയ ടാസ്ക്കായിപ്പോയി. കാരണം നല്ല മടുപ്പ് പിടിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ആദ്യമേ അത് പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് ഫിക്സ് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്കത് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് തോന്നി. പക്ഷേ എന്നാലും കുറച്ച് സമയം എടുത്തിട്ടാണേലും നമ്മളത് മാറ്റി പിന്നെ ലീവ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വളച്ചും തിരിച്ചൊക്കെ വെച്ച് ആ ട്രീ ഒന്ന് അങ്ങോട്ട് സെറ്റാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ട്രീ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ പതുക്കെ ഓരോ സാധനങ്ങൾ അതിൽ തൂക്കാൻ ഏറ്റവും ഫസ്റ്റ് നമ്മളൊരു സ്റ്റാറായിരുന്നു തൂക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും മുകളിൽ സ്റ്റാറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാർ നമുക്ക് എന്ത് ചെയ്തിട്ടും അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മളൊരു ബാംബൂ സ്റ്റിക്കൊക്കെ ഉള്ളിലേക്ക് കയറ്റി ഇച്ചാനത് ചെയ്ത് തന്നു. അങ്ങനെ നമ്മളതിൽ അത് ഫിക്സ് ചെയ്തു. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് ബോൾസ്, സ്റ്റാർസ്, പിന്നെ കുറച്ച് സാൻഡാസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനും ഇച്ചായനും അപ്പവും ഒക്കെ കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമുക്കിങ്ങനെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഭയങ്കരമായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് അത് ഫില്ല് ചെയ്ത് വരുന്ന കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് അത് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ലക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പുണ്ടായിരുന്നു. അവൾ ഓരോ തവണ പോകുമ്പോഴും ഓരോന്ന് താഴെ വീഴിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവളെ എടുത്തുകൊണ്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ വീട്ടിൻ്റെ അകത്താക്കിയിട്ട് വാതിലടച്ചിട്ടാട്ടോ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റായിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ കാണാൻ ഇങ്ങനെയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.